പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ രാജ്യസഭാംഗമായ ജബി മേത്തർ ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് മിഴിവേകുന്നത് ഉമ്മയുടെ കരവിരുതാണ്. സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നപ്പോൾ ജബി ധരിക്കാൻ ആരംഭിച്ച വെള്ള വസ്ത്രങ്ങൾ മോടി പിടിപ്പിക്കാനാണ് മാതാവ് സഫിയ മേത്തർ സ്വന്തം കൈകൊണ്ട് എംബ്രോയിഡറി ചെയ്യാൻ ആരംഭിച്ചത്. രാജ്യസഭാംഗമായ ജബി ധരിക്കുന്ന വെള്ള വസ്ത്രങ്ങൾ പാർലമെന്റിലെ വനിതാ ജനപ്രതിനിധികളുടെയെല്ലാം ശ്രദ്ധ പിടിച്ചുപറ്റിയതാണ്. പാർലമെന്റിലെ വനിതാ പോരാളികളായ കനിമൊഴിയും സുപ്രിയ സുളെയും ജയാ ബച്ചനുമെല്ലാം പിടിച്ചു നോക്കിയ വസ്ത്രങ്ങളുടെ പ്രത്യേകത കൊണ്ടല്ല, വസ്ത്രങ്ങളിലെ തുന്നൽ വിരുത് കൊണ്ടാണ് ഇതെല്ലാം ശ്രദ്ധേയമായത്. സ്വന്തം മാതാവിൻ്റെ കരവിരുതാണെന്നറിഞ്ഞപ്പോൾ അവർ ആശ്ചര്യം കൊണ്ടു. മകൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ധരിക്കാൻ ആരംഭിച്ച വെള്ള വസ്ത്രങ്ങൾ ഭംഗിയാക്കാനാണ് വസ്ത്രങ്ങളിൽ തുന്നൽ പണികൾ മാതാവ് സഫിയ ആരംഭിച്ചത്. ചുരിദാറിലും ഷാളുകളിലും ദുപ്പട്ടകളിലുമെല്ലാം ഉമ്മയുടെ കരവിരുത് പതിഞ്ഞിട്ടുണ്ടെന്ന് മകൾ ജബി മേത്തർ പറഞ്ഞു. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയായിരുന്ന കാലഘട്ടം മുതൽ ഇപ്പോൾ രാജ്യസഭാ എംപിയും മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ഒക്കെ എൻ്റെ മുഴുവൻ രാഷ്ട്രീയ ജീവിതത്തിലും ഞാൻ എപ്പോഴും കൂടുതൽ വെള്ള വസ്ത്രങ്ങളാണ് ധരിക്കാറുള്ളത്. വെള്ള ചുരിദാറും ഷോളും ഒക്കെ ഉള്ളപ്പോൾ പക്ഷെ അതിനെ ഒരു കൂടുതൽ കളർഫുൾ ആക്കാൻ, പ്രത്യേകത വരുത്താൻ ഒരു ഡിസൈനർ ടച്ചൊക്കെ കൊടുക്കുന്നത് വേറെ ആരുമല്ല, എൻ്റെ ഉമ്മ തന്നെയാണ്. അപ്പോൾ ഉമ്മയുടെ ഒരു സ്നേഹം, ഉമ്മയുടെ ഒരു കരുതൽ, മകള് നന്നായി ഉടുപ്പ് ധരിക്കണം എന്ന് ഏതൊരു ഉമ്മയും അമ്മമാരും ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ മുതൽ പല അമ്മമാരും ഉമ്മമാരും ഒക്കെ അങ്ങനെയാണ്. പക്ഷെ എനിക്ക് അതെൻ്റെ ഒരു പൊളിറ്റിക്കൽ ലൈഫിൽ എൻ്റെ ഒരു ഐഡന്റിറ്റിയുടെ കൂടി ഭാഗമാണ് എൻ്റെ വസ്ത്രധാരണം. അപ്പോൾ ആ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഉമ്മാക്കാണ് ഏറ്റവും വലിയ പങ്ക്. ഞാനിടുന്ന ഒരു 80% വസ്ത്രങ്ങളും ഉമ്മ തന്നെ, ഉമ്മയുടെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നതും ഉമ്മ ഹാൻഡ് എംബ്രോയിഡറി, വളരെ ഇൻട്രിക്കേറ്റ് ഡിസൈൻസ് ആണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഹാൻഡ് എംബ്രോയിഡറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു യുണീക്നെസ് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് ഇപ്പോൾ ഒരു കടയിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതേപോലത്തെ ഒരുപാട് ഉണ്ടാവും. പക്ഷെ ഉമ്മ തയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഉമ്മയുടെ മൈൻഡിൽ വരുന്ന ക്രിയേറ്റിവിറ്റിയെ അടിസ്ഥാനമാക്കി ചെയ്യുന്നതാണ്. പലരും ഇതിനെപ്പറ്റി നല്ല അഭിപ്രായം പറയാറുണ്ട്, പലരും ഇത് എവിടെ നിന്നാന്ന് ചോദിക്കാറുണ്ട്. എല്ലാവരും അപ്പോൾ എന്തോ ഡിസൈനറൊക്കെ ആണെന്ന് വിചാരിക്കും. പക്ഷെ എൻ്റെ ഡിസൈനർ എൻ്റെ ഉമ്മയാണ്. ദിവസങ്ങളോളം ആഴ്ചകളോളം ഒക്കെ തന്നെ എടുക്കും, മണിക്കൂറുകൾ. ഞാൻ ഇടക്ക് ഉമ്മാനെയും വാപ്പാനെയൊക്കെ കാണാൻ വേണ്ടി വീട്ടിൽ വരുമ്പോഴും ഉമ്മ ചിലപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ TVയുടെ ഡയലോഗുകൾ കേട്ടുകൊണ്ടിരുന്നിട്ട് പക്ഷെ ഉമ്മ തയ്ച്ചുകൊണ്ടേയിരിക്കും. അല്ല, നമ്മളിപ്പോ ഇത് ഇടുമ്പോൾ പലരും അത്ഭുതത്തോടു കൂടിയൊക്കെ ഇത് എവിടെ നിന്നാണ് ചെയ്യാറെന്ന് ചോദിക്കാറുണ്ട്. പ്രധാനപ്പെട്ടവരായിട്ട് ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ പാർലമെന്റിൽ സമ്മറിലാണ്. സമ്മറിൽ ഞാനിപ്പോൾ വിന്റർ സെഷനിൽ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇടാറില്ല. പക്ഷെ ഒരു ജൂലൈയിലൊക്കെ നടക്കുന്ന സെഷനിൽ ഈ തരത്തിലുള്ള ഡ്രസ്സുകൾ ഇട്ട് മറ്റേ സെൻട്രൽ ഹാളിൽ കൂടിയൊക്കെ നടന്നപ്പോൾ ഒരു ദിവസം നമ്മുടെ സുപ്രിയ സൂലെ, അതേപോലെ ജയാ ബച്ചൻ, കന്നിമൊഴി അവരൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നെ അവരടുത്തേക്ക് വിളിച്ചിട്ട് ഈ ഡ്രസ്സ് എവിടെ നിന്നാണ് എന്നൊക്കെ ചോദിച്ചു. എൻ്റെ മദർ ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് കൂടുതൽ ഒരു അത്ഭുതമായി. അവരതിൻ്റെ ഒരു സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുക. ഞാനത് ഉമ്മാനോട് വന്ന് പറഞ്ഞപ്പോൾ ഉമ്മാക്കത് ഭയങ്കര സന്തോഷം ആയി. എന്ന് വെച്ചാൽ അവര് വരെ ഉമ്മാടെ വർക്ക് ശ്രദ്ധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു ഉമ്മാക്ക്. അമ്മമാരാണ് എല്ലാവർക്കും ഏറ്റവും വലിയ നിധി. ഈ കേരളത്തിലെ എല്ലാ അമ്മമാർക്കും, ഉമ്മമാർക്കും, അമ്മച്ചിമാർക്കും ആൻഡ് ടു ഓൾ മോംസ് ആൻഡ് മമ്മീസ് എ വെരി ഹാപ്പി മദേഴ്സ് ഡേ. കോൺഗ്രസിന്റെ ത്രിവർണ പതാകയും പൂക്കളും കിളികളുമെല്ലാം വസ്ത്രങ്ങളിൽ തുന്നലായി വിരിയാറുണ്ട്. സ്കൂളിൽ നിന്ന് ലഭിച്ച തുന്നൽ പരിശീലനമാണ് സഫിയ മേത്തരുടെ കൈമുതൽ. പറയും പാർലമെന്റിൽ വെച്ച് പലരും, പല പ്രധാനപ്പെട്ടവരും ഉമ്മ ഡ്രസ്സിനെ പറ്റി വളരെ പൊക്കി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. എനിക്ക് അങ്ങനെ വലിയ പ്രോത്സാഹനമൊന്നും കിട്ടിയിട്ടില്ല ഞാനിത് ചെയ്യുമ്പോഴും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ സന്തോഷം തോന്നി, അഭിമാനം തോന്നി. ജബിയുടെ ഒരു ഐഡന്റിറ്റി ആയി തീർന്നല്ലോ ഈ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ഇടണത്. അതൊക്കെ വലിയ മനസ്സിന് വലിയ സന്തോഷം തോന്നി. എനിക്ക് അങ്ങനെ ഒരു കഴിവ് തന്ന ദൈവത്തിന് നന്ദിയും പറഞ്ഞു. ഞാൻ ഓർമ്മ വെച്ച കാലം കാണുന്ന എൻ്റെ ഉമ്മ ഇരുന്ന് തയ്ക്കണതാണ് ഞാൻ കാണുന്നത്. ഉമ്മ ബെഡ്ഷീറ്റിലും പിന്നെ എൻ്റെ ചെറിയ ഡ്രസ്സിലും ഒക്കെ ചെറിയ പൂക്കളൊക്കെ തയ്ക്കും, ബെഡ്ഷീറ്റിലൊക്കെ തയ്ക്കും. ഉമ്മയും ഉമ്മയുടെ അനിയത്തിയും കൂടി ഇരുന്ന് കോമ്പറ്റീഷനിൽ തയ്ക്കണതാണ് രണ്ടാളും. അത് കണ്ടാണ് ഞാൻ വളർന്നു വന്നത്. പിന്നെ മഹിളാലയത്തിൽ സ്കൂളിൽ ചേർത്ത പിന്നെ അവിടെ മറ്റ് സബ്ജക്ട്സ് പോലെ തന്നെ നീഡിൽ വർക്കും കമ്പൽസറി ആയിരുന്നു. അത് തയ്ക്കണം, അതിന് എക്സാം ഉണ്ടാകും. എക്സാമിന് ജയിക്കുകയും തോക്കുകയും ഗ്രേഡ് കിട്ടുകയൊക്കെ ചെയ്യും. ഇത് ഞാൻ ഭയങ്കര എഫേർട്ട് എടുത്ത് തയ്ച്ച ഒരു എംബ്രോയിഡറിയാണ്. ഇവിടെ ഈ പറമ്പിലുള്ള മരങ്ങളും പൂക്കളും ഒക്കെ ഞാൻ നമ്മുടെ
2-3 പയ്യന്മാരുണ്ട്, രാഹുൽ, തമ്പി, അങ്ങനെ അവരെ കൊണ്ടൊക്കെ ഫോട്ടോ എടുപ്പിച്ച ആദ്യം. അപ്പോൾ എന്നിട്ട് തൊട്ടാവാടിയും മുക്കുറ്റിയും പുളിമരവും എല്ലാം എൻ്റെ മനസ്സിൽ വന്ന എല്ലാം ഇപ്പോൾ ചെറിയ ചെറിയ പുല്ലുകളും പൂക്കളും ഒക്കെ എടുത്തിട്ട് ഈ പശു തിന്നണ ഒരു പുല്ലൊക്കെ ഉണ്ട്, ഇതേ അതൊക്കെ എടുത്ത് അത് മാസങ്ങളോടും എടുത്ത് ഇത് രണ്ടും കൂടെ തയ്ച്ച് തീരാൻ വേണ്ടി ഒരുപാട് സമയം എടുത്തു. കൊന്നപ്പൂവിൻ്റെ ചില കളറുകളൊക്കെ കൊന്ന ആയില്ലെങ്കിലും കൊന്നപ്പൂവിൻ്റെ പ്രചോദനമൊക്കെ ഉണ്ട് ഇതിലൊക്കെ, ഈ മഞ്ഞയൊക്കെ വന്നേക്കണം, ചെത്തിപ്പൂണ്ട്. മാതൃദിനത്തിലും സ്വന്തം മകൾക്കുള്ള മാതൃസമ്മാനമായി ഉമ്മയുടെ കൈകളിൽ വെള്ളവസ്ത്രങ്ങൾ അണിഞ്ഞൊരുങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക്, ആലുവ.